കഴിഞ്ഞ ആഴ്ചയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് നടന്നു. അതായത് കണ്ണടച്ച് ബി ജെ പിയെ സഹായിച്ചിരുന്ന RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അവർ യഥാർത്ഥത്തിൽ ഏതാണ്ട് ബി ജെ പിയെ തള്ളിപ്പറയുന്നതിന് തുല്യമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വന്നു. അതിന് കാരണം എന്താണെന്നറിയാം? ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു സ്റ്റേജിൽ ഒരു ബി ജെ പി നേതാവ് കൊട്ടിഘോഷിക്കുന്നതായിട്ട് നമ്മൾ കേട്ടു. വലിയൊരു എക്സോട്ടറേഷനാണ്. അതായത് RSSൻ്റെ സഹായമൊന്നും ആവശ്യമില്ലെന്ന് കേട്ടോ. ബി ജെ പി എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നും രാഷ്ട്രീയ പാർട്ടിയാണെന്നും അതിന് RSSൻ്റെ നിഴലിലല്ല അത് നിൽക്കുന്നതെന്നും ഉള്ള ഒരു രീതിയിലുള്ള ഒരു പ്രഖ്യാപനം വന്നു. RSSകാർ ആ സംഘടനയെ അതിനെ പ്രതികരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവർ നല്ല കെട്ടുറപ്പുള്ള ഒരു സംഘടനയാണ്. അവർ പല കാര്യങ്ങളിലും അവർ സ്വതന്ത്രമായ അഭിപ്രായം ഉള്ള ഒരു സംഘടനയുമാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലാതാനും ആ രീതിയിൽ രാഷ്ട്രീയമായിട്ട് അവർ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പണ്ട് ജനസംഘം എന്നുള്ള പേരിലും അതേപോലെ തന്നെ തുടർന്ന് പിന്നെ BJP എന്നുള്ള സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടി എന്നുള്ള പേരിലുമൊക്കെ ആയിട്ട് ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് രൂപപ്പെട്ട് വരുന്നത്. അതിൽ RSSലെ അംഗങ്ങൾ, ഈ പാർട്ടി മെമ്പേഴ്സ് ധാരാളം കാണും, എപ്പോഴും കാണും. അതിന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് പാർട്ടിയിലൊക്കെ വേണമെങ്കിൽ പ്രവർത്തിക്കാം. പക്ഷേ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ രാഷ്ട്രീയം പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രഖ്യാപനങ്ങൾ, അതായത് ഇപ്പോൾ ഈ RSSൻ്റെ ചീഫ് യഥാർത്ഥത്തിൽ സർസംഘ ചാലക്, അദ്ദേഹം ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ഒരു ക്രിറ്റിസിസം, വിമർശനവുമാണ് ഈ BJPയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ നടത്തിയത്. കാരണം ഈ ഇലക്ഷന് വേണ്ടിയല്ല, അതായത് ആളുകളെ ഇതൊരു യുദ്ധമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ യുദ്ധമല്ല കേട്ടോ, ഇതൊരു മത്സരമാണ്, യുദ്ധമല്ല, വെറും മത്സരമാണ്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു മത്സരമാണ്, യുദ്ധമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ആയുധമെടുത്ത് പോരാടുന്ന രീതിയിൽ എതിർഭാഗത്തിനെ ആക്ഷേപിക്കുക, അതേപോലെ തന്നെ അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ കാര്യമാണ് പറഞ്ഞത്, സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ പറഞ്ഞത് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള വർഗീയ വിദ്വേഷം വിളമ്പുന്ന കാര്യങ്ങളൊന്നും ഇങ്ങനെ അതായത് ഈ ഇലക്ഷനിൽ പ്രചാരണമായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്, അത് വലിയ കാര്യമല്ലേ പറഞ്ഞത്. അത് ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നമുക്ക് തൊട്ട് കാണിക്കാവുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് മനസ്സിലാകാത്ത കാര്യമൊന്നും അല്ല. അത് അദ്ദേഹം വിലയിരുത്തിയത് അതെല്ലാം BJPയുടെ ഈ അംഗസംഖ്യ കുറയുന്നതിലേക്ക് വഴിതെളിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായത്. ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ ആ പ്രതിഷേധവും അതുപോലെ ആ വിമർശനവും എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലാതെ അത് അങ്ങ് വെറുതെ കളയേണ്ടത കാര്യമല്ല, അത് നോക്കേണ്ടതാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇവരുടെ സഹായത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുന്നത്, അങ്ങനെ അല്ല എന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇലക്ഷന് വോട്ട് ചെയ്യാൻ ആൾ വരണമെങ്കിൽ RSS വിചാരിക്കണം, അവർ പോണ്ട, അവരനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ആൾ വരികയല്ല, BJPക്ക് വോട്ട് കിട്ടത്തില്ല, അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം മുമ്പോട്ട് പോകാൻ അവർ ഇനിയുള്ള കാലത്തെങ്കിലും. കാരണം RSSനെ അവർക്ക് പാടെ അവഗണിക്കാനാവുന്ന ഒരു സംഘടനയല്ല, അങ്ങനെ ഒരു ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇവർക്ക് മുമ്പോട്ട് പോകാനും പറ്റത്തില്ല. ശരിയായ ക്രിറ്റിസിസമാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രവർത്തികൾക്കെതിരെയുള്ള ഒരു വിമർശനം തന്നെയാണ് സർസംഘചാലകൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയാം. അത് പകൽ പോലെ വെളിച്ചത്തിൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ട് ശരിയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞേക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. അതിന് വിഷമം ഉണ്ടാവുന്നതിന് ഒരു നമുക്ക് അതിനകത്ത് കുറ്റം പറയാൻ ഒക്കത്തില്ല. അതിൻ്റെ കാരണം ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുവരാൻ എല്ലാവിധ സഹകരണങ്ങളും ചെയ്തതും എല്ലാ പ്രവൃത്തികളും ചെയ്തതും അതെല്ലാം RSSകാരാണ്. അതിനൊന്നും ഒരു സംശയവും വേണ്ട. അപ്പം ബാബറി മസ്ജിദ് പൊളിച്ചതാണ് ഏറ്റവും കൂടുതൽ ഈ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം ഉണ്ടായത്. പിന്നെ രാമക്ഷേത്രത്തിൻ്റെ പണി, ഇതെന്നൊക്കെ പറയുന്നത് ഈ രണ്ട് സംഘടനകൾ, RSSും അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തും, ഇവരാണ് മുമ്പോട്ട് കൊണ്ടുപോയതൊക്കെ.
അല്ലാതെ ഇവിടെ BJP ഒന്നുമല്ല ഇതൊന്നും ചെയ്തു വെച്ചേക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് വേണം. നാട് മറന്നാരും മൂട് മറക്കരുതെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ RSS എന്ന് പറയുന്നത് ഇതിൻ്റെ മൂടാണെന്നും അതിനെ മറക്കാൻ പാടില്ലെന്നും ഒന്നും മനസ്സിലാക്കണം BJP പ്രസ്ഥാനം.